ദ ജേർണലിസ്റ്റിലേക്ക് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് കേരള BJPയുടെ അവസ്ഥ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ വിജയം നേടിയെങ്കിലും കാര്യമായി ഒരു പുരോഗമനവും കേരള BJPക്ക് ഇല്ലെന്ന് മാത്രമല്ല, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക്, തകർച്ചയുടെയും കൂട്ടത്തല്ലിന്റെയും ഗ്രൂപ്പിസത്തിന്റെയും ഫണ്ട് വെട്ടിപ്പിന്റെയും നിരവധി പ്രശ്നങ്ങളിലേക്ക് BJP എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന നിലവിലെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി കെ സുരേന്ദ്രനും ഗ്രൂപ്പും സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി കുൽസിത പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ കേരള BJPക്ക് വിചാരിച്ചതൊന്നും നേടാൻ കഴിയാത്തതിൻ്റെ വലിയ ജാള്യതയും ഒപ്പം ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്ന പാർട്ടി എന്ന നിലയിലുള്ള വലിയ തോതിലുള്ള പൊതുജനങ്ങളുടെ എതിർപ്പും നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിഷയം പരിശോധിക്കുന്നതിന് മുമ്പ് സംഘപരിവാർ നേതാക്കളുടെ തണലിൽ BJP അണികളുടെ മാത്രം പിന്തുണയിൽ വളർന്നു വന്ന യൂട്യൂബർ മറുനാടൻ സാജൻ ഷ്കാരിയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വരാം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ അത് കേരള BJPക്കെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായ ഫണ്ട് ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കാണാം. ആ പോസ്റ്റ് നോക്കൂ. BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവും മറുനാടനുമായുള്ള ഊഷ്മള ബന്ധം ഇല്ലാതാക്കാൻ ചില കുത്തിത്തിരിപ്പുകാർ ദീർഘകാലമായി ശ്രമിക്കുകയാണ്. അതായത് BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് താൻ നിൽക്കുന്നത് എന്നും BJPയുടെ നിലവിലെ സംസ്ഥാന നേതൃത്വവും താനും തമ്മിൽ അടുത്ത ബന്ധമാണെന്നും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് തകർക്കാൻ BJPക്കുള്ളിൽ നിന്ന് തന്നെ ചില കുത്തിത്തിരിപ്പുകാർ ശ്രമിക്കുന്നുണ്ട് എന്നുമാണ് സാജൻ ഷ്കാരിയ ആദ്യ വരിയിൽ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെ BJPക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര കലാപം ഉടലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട്, തമ്മിൽ തല്ല് ആളിക്കത്തുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. അവരാണ് ഇപ്പോഴത്തെ വ്യാജരേഖാ വിവാദത്തിന്റെ പിന്നിൽ. ആര്? ഈ BJPക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ. അഴിമതി കേസിൽ അച്ചടക്ക നടപടി ഉണ്ടായി എന്നത് വാസ്തവമാണ്. നോക്കുക, കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് BJPക്കുള്ളിൽ സാമ്പത്തിക ക്രമക്കേടും മറ്റും ഉണ്ടായി എന്ന് പറയുന്ന പ്രചാരണങ്ങൾ വ്യാജമാണ്. രാജ്യവിരുദ്ധരായ മാധ്യമങ്ങളാണ്, മാധ്യമ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. രാജ്യവിരുദ്ധ ശക്തികളാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. BJPക്കുള്ളിൽ ഒരു സാമ്പത്തിക ക്രമക്കേടോ അഴിമതിയോ ഉണ്ടായിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അത് അങ്ങനെയല്ല. അഴിമതി കേസിൽ അച്ചടക്ക നടപടി ഉണ്ടായി എന്ന് സാജൻ ഷ്കാരിയ ആവർത്തിക്കുകയാണ്. ഇത് BJPയുടെ ഗ്രൂപ്പിസത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ്. അതായത് BJP ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJP കേരളം എന്ന ഒഫീഷ്യൽ പേജിൽ വാർത്താക്കുറിപ്പ് അടക്കം ഇറക്കുകയും വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ട് BJPയിൽ അഴിമതിയില്ല, BJPയിൽ ക്രമക്കേടില്ല എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് സാജൻ ഷ്കാരിയ വഴി ഇത് അഴിമതിയാണ്, നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രേഖകൾ പുറത്തുവിടുകയാണ്. നോക്കുക, ഞങ്ങൾ പ്രസിദ്ധീകരിച്ച കത്തിൻ്റെ കളർ മാത്രമാണ് വ്യത്യസ്തം, ഫയൽ നമ്പർ അടക്കം എല്ലാം കൃത്യമാണ്. ഒറിജിനൽ കത്തും വ്യാജ കത്തും ചുവടെ ചേർക്കുന്നു. ഇനി പറയുക, ആരാണ് വ്യാജം പ്രചരിപ്പിക്കുന്നത്? സുരേന്ദ്രൻ എത്ര കുത്തിത്തിരിപ്പ് നടത്തിയാലും ഞങ്ങൾ മോദി BJP വിരുദ്ധരാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കട്ടെ. അതായത് 2 or 3 വള്ളങ്ങളിൽ ഒരേ സമയം കാലുകുത്തി കവച്ച് വെച്ച് വലിഞ്ഞ് നീണ്ട് റബ്ബർ പോലെ ഒരു വക അഴകുഴമ്പം കളിയുടെ ഉദാഹരണമാണ് ഈ പോസ്റ്റ് എന്ന് പറയാതെ വയ്യ. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ രാജ്യവിരുദ്ധ ശക്തികളാണ് ഈ BJPയുടെ അഴിമതി ആരോപണത്തിന് പിന്നിലെന്ന് പറയുന്നു. അതേസമയം തന്നെ സാജൻ ഷ്കാരിയ പറയുന്നത് ഒറിജിനലാണ്, അഴിമതി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് BJPയിലെ ഒരു വിഭാഗം, BJPയിൽ 2 or 3 or 4 ഗ്രൂപ്പുകൾ ഇപ്പോഴുണ്ട്, അതിൽ ഒരു ഗ്രൂപ്പ് പുറത്തു കൊടുത്ത അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചോർത്തി കൊടുത്ത BJPയിലെ അഴിമതി സംബന്ധിച്ച ഒരു രേഖ എന്ന് പറഞ്ഞിട്ടൊരു രേഖ സാജൻ ഷ്കാരിയ കൊടുക്കുന്നു. എന്നിട്ട് കെ സുരേന്ദ്രനെ 4 ചീത്തയും വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ BJPയുടെ മോദിയുടെ ആൾക്കാരാണ്. ഒരു മനുഷ്യന്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, സാമാന്യ ബോധത്തെ പരിഹസിക്കുന്ന വിധത്തിൽ സകല വള്ളങ്ങളിലും കാലിട്ട് വളഞ്ഞ് പുളഞ്ഞ് നീണ്ട് വലിഞ്ഞുള്ള വല്ലാത്തൊരു കളിയാണ് ഈ BJPയെ മുന്നിൽ നിർത്തി സാജൻ ഷ്കാരിയ കളിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല. ഇതൊരു യൂട്യൂബർ എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയമാണെന്നേ ഞാൻ പറയൂ. കാരണം ഇത്രയധികം സംഘപരിവാറുകാരെ ഒരേ സമയം പൊട്ടന്മാരാക്കിയിട്ട് ജീവിക്കുക, പല ഗ്രൂപ്പുകളിലും ഒരേ സമയം താൻ ഞങ്ങളുടെ ആളാണ് എന്ന നിലയിൽ, ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന നിലയിൽ എല്ലായിടത്തും പോയി കൈ കൊടുക്കുക, വല്ലാത്ത ഒരു ജീവിതം തന്നെ എന്നേ പറയേണ്ടതുള്ളൂ. ഇനി സാജൻ ഷ്കാരിയ പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റ്, കട്ട് തിന്നവർക്ക് ഇരിക്കപ്പുറതിയില്ല, രണ്ടും കൽപ്പിച്ച RC വാളെടുത്തു, കട്ട് തിന്നവർക്ക് അങ്കലാപ്പ്. നോക്കുക, തൊട്ട് തലേ ദിവസം രാജീവ് ചന്ദ്രശേഖറിന്റെ വാദങ്ങൾ മുഴുവൻ നുണയാണ് എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ സാജൻ ഷ്കാരിയ പിറ്റേ ദിവസം തൻ്റെ യൂട്യൂബ് ചാനലിൽ
രണ്ടും കൽപ്പിച്ച് ആർ സി വാളെടുത്തു, കള്ളന്മാർ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അതിൻ്റെ കൗണ്ടർ പറയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ലേ, നോക്കുക. ഇപ്പോൾ സാജൻ ഷ്കാരിയ പറയുന്നു ഇത് സത്യമാണ്, ബി ജെ പിയിൽ അഴിമതി നടന്നിട്ടുണ്ട്, അതിൻ്റെ രേഖ എൻ്റെ പക്കലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പി കേരളം പോസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള വാർത്താക്കുറിപ്പ് നോക്കുക. പാർട്ടിക്കെതിരായ വ്യാജ വാർത്തകളിൽ ജാഗ്രത കാണിക്കുക. രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിക്കുന്ന ബി ജെ പിയുടെ ഓഫീസ് സർക്കുലർ സത്യവിരുദ്ധമാണ്. ഈ സത്യവിരുദ്ധമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യമാണ് സാജൻ ഷ്കാരിയ സത്യമാണ് എന്ന് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത്. അത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ്, ഇതാണ് അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ബി ജെ പിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉത്തരവാദിയാണ് ഈ അഴിമതിക്ക് എന്ന് പരോക്ഷമായി ഫേസ്ബുക്കിൽ പറഞ്ഞ സാജൻ നേരെ തൻ്റെ ചാനലിൽ വരുമ്പോൾ ആർ സി ഗംഭീരമാണ്, വാളെടുത്തു, കള്ളന്മാർ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇയാളെ പിന്തുണയ്ക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല വള്ളങ്ങളിൽ ഒരേ സമയം കാലിട്ടിട്ടുള്ള വളഞ്ഞു പുളഞ്ഞ് നീണ്ടു വലിഞ്ഞിട്ടുള്ള ഒരു കളി. എൻ്റെ പൊന്നോ, ബുദ്ധി അപാരമെന്നേ പറയേണ്ടു. എന്തായാലും ഇതെല്ലാം വെളിച്ചം വീശുന്നത് ബി ജെ പിക്കുള്ളിൽ ശക്തമായ ഗ്രൂപ്പിസമുണ്ട്, അഴിമതിയുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പുണ്ട്, വെട്ടിപ്പുണ്ട് എന്ന് തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയോടും സംഘപരിവാറിനോടും ചേർന്ന് നിൽക്കുന്ന ഈ യൂട്യൂബർ സാജൻ ഷ്കാരിയ പറയുന്ന അവകാശവാദത്തിന് കൃത്യമായി ബി ജെ പി മറുപടി പറയണമെന്നാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ മീഡിയ വണ്ണിനെയും ന്യൂസ് 18 കേരളത്തെയും ഒക്കെ തെറി വിളിച്ചുകൊണ്ട് സംഘപരിവാറുകളിൽ വലിയ തോതിൽ പോസ്റ്റുകൾ ഇറക്കുന്നുണ്ട്. ഇവർ രാജ്യവിരുദ്ധരായ മീഡിയ വൺ ഞങ്ങൾക്കെതിരെ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നൊക്കെയാണ് ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് ജനങ്ങൾ സംശയിക്കുന്ന സാജൻ ഷ്കാരിയ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാദങ്ങൾ മുഴുവൻ കള്ളമാണ്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അഴിമതി നടന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് അതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടാനുള്ള ഒരു നട്ടല് ബി ജെ പിക്കാർക്കില്ല. കാരണം എന്താണ്? ബി ജെ പിക്ക് ഉള്ളിൽ നിൽക്കുന്ന ആളാണ് ഇത്തരത്തിൽ വെളിപാട് പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ ബി ജെ പിക്ക് പണി കൊടുക്കുന്നത്. അത് തന്നെ ബി ജെ പിയുടെ ഗ്രൂപ്പിസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി നോക്കുക, കെട്ടുകെട്ട് കണക്കിന് നോട്ടുമായിട്ട് ബി ജെ പിയുടെ ഒരു നേതാവ് ഫോട്ടോകളൊക്കെ എടുക്കുന്ന പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ കേരള ബി ജെ പിയെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ, പണ അപഹരണ ആരോപണങ്ങൾ വരും. നമുക്കറിയാം കൊട്ടകര കുഴൽപ്പണക്കടത്ത് കേസ്, അന്ന് എന്തായിരുന്നു? കെ സുരേന്ദ്രൻ പ്രതിയാകും, കെ സുരേന്ദ്രനായി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, തൃശ്ശൂർ ബി ജെ പി നേതൃത്വം വെട്ടിലാകും, RSSൻ്റെ ചില നേതാക്കൾ ഇതിൽ ബന്ധപ്പെട്ടിരുന്നു, പല കഥകളും വന്നു. പക്ഷെ പൊടുന്നനെ ഇതെല്ലാം ആവിയായി പോയി. പക്ഷെ ആരോപണം അന്ന് വളരെ സജീവമായി നിൽക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കേരള ബി ജെ പിയിലെ ഗ്രൂപ്പിസം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ നോട്ടിന് വോട്ട് എന്ന് പറയുന്ന പരിപാടി ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ചിലർ ചെയ്തതാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ജയസാധ്യത അത്രയധികം ഉണ്ടായിരുന്ന ശോഭ ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നടന്നവർ തന്നെ ശോഭാ സുരേന്ദ്രനെതിരായി പ്രവർത്തിക്കുകയായിരുന്നു. രമേശ് പിഷാരടിയെ വഴിയിൽ തടഞ്ഞ് ചീത്ത വിളിച്ച സ്ത്രീകൾ, ബി ജെ പിക്കാർ, അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട് വോട്ട് വേണമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബി ജെ പിക്കാർ, ഇതൊക്കെ സീറ്റ് കിട്ടാത്ത ചിലർ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ കളിയുടെ ഭാഗമായിരുന്നു എന്ന് ബി ജെ പിക്കുള്ളിൽ ശക്തമായ പ്രചാരണം നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മീഡിയകൾക്ക് ഫണ്ട് ചെയ്തതിന് വേണ്ടി ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൊടുന്നനെ തെരഞ്ഞെടുപ്പിന് മുമ്പായി കുറേ ബി ജെ പി അനുകൂല ചാനലുകൾ തുടങ്ങുന്നു. എന്നിട്ട് ആ ചാനലുകളുടെ ലിസ്റ്റ് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ബി ജെ പി ഓഫീസിൽ നിന്ന് വാങ്ങുന്നു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി, ഓൺലൈൻ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് ഇടപെട്ട് നടത്തി എന്ന ആരോപണവും ചർച്ചയാകുന്നുണ്ട്. അതിന് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത്തരം നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പി സി ജോർജിനെ പോലുള്ള നേതാക്കൾ, അവർ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വശത്ത് ബി ജെ പി ക്രൈസ്തവരെ അടുപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ ഈ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ തെരഞ്ഞെടുപ്പ് അനന്തരം വന്നിട്ട് മെത്രാന്മാരെ തെറി വിളിക്കുന്ന സമീപനമാണ്, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ചീത്ത വിളിക്കുന്ന സമീപനമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല മേഖലകളിലും, അപ്പോൾ അതായത് ഒരു വശത്ത് ബി ജെ പി നേതൃത്വം ഒരു കാര്യം തീരുമാനിക്കുന്നു, അതിനെതിരെ മറ്റ് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. ബി ജെ പി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഓൺലൈൻകാരെ ചില ഗ്രൂപ്പുകാർ തിരിച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിക്കുന്നു.
ഈ ഓൺലൈൻകാർ തന്നെ ബി ജെ പിക്കിട്ട് പിന്നിലൂടെ പണി കൊടുക്കുന്നു. അങ്ങനെ വളരാനുള്ള സാഹചര്യങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഗ്രൂപ്പിസം, ഫണ്ട് തിരിമറി, കുഴൽപ്പണം, തമ്മിൽ തല്ല്, അതുപോലെ ഓൺലൈൻ യൂട്യൂബർമാരെ കൊണ്ട് ഉള്ള കൊട്ടേഷൻ പണികൾ, അങ്ങനെ 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 ബി ജെ പിക്ക് വളരാനുള്ള സകല സാധ്യതകളും ഇവിടെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം 3 സീറ്റ് ഇത്തവണ ബി ജെ പി കിട്ടി, 3 MLA മാർ സഭയിലുണ്ട്. പക്ഷേ പറഞ്ഞു തള്ളിയതുപോലുള്ള ഒന്നും ഇവരാരും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം ആ സുഗതന്റെ വിവാദമുണ്ടായ സമയത്ത് വി രാജേഷ് വന്നിട്ട് പറയുന്നു സുഗതൻ ക്രിമിനൽ അല്ല, അദ്ദേഹത്തെ CPM കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയടിക്കുകയാണ് സുഗതൻ കൊടും ക്രിമിനൽ, നിരവധി കേസുകളിലെ പ്രതി. അങ്ങനെ ബി ജെ പിയുടെ വാദമുഖങ്ങളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ബി ജെ പിക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി ജെ പി ഗ്രൂപ്പുകളിൽ വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ഞാൻ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ബി ജെ പിക്കെതിരായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനടിയിൽ വന്നിട്ട് പിതൃശൂന്യരായ ഫേക്ക് ഐഡികളിലൂടെ തെറി വിളിക്കുക, ഇത് മാത്രമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ രക്ഷ. ബി ജെ പി IT സെല്ലിൽ ഒരാൾ 10ക്ക് 100 എന്ന കണക്കിൽ വലിയ തോതിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ളവർക്ക് മുഖമുണ്ടാകും, പക്ഷേ അത് AI മുഖമായിരിക്കും, അല്ലെങ്കിൽ ദൈവങ്ങളുടെ പടമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടമായിരിക്കും, എന്തെങ്കിലും ചില പേരുകളായിരിക്കും. പക്ഷേ എല്ലാ പ്രൊഫൈലും ലോക്കായിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് വന്ന് കൂട്ടത്തോടെ തെറി വിളിക്കുകയാണ്. അതായത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും നട്ടല്ലില്ലാതെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ കണ്ട് ചൊറിഞ്ഞ് തെറി വിളിച്ച് ഓടി രക്ഷപ്പെടുന്ന നട്ടല്ലില്ലാത്ത കൂട്ടമായിട്ട് ബി ജെ പിയുടെ സൈബർ വിങ്ങും മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം അയോധ്യ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വാർത്തകൾ വരുമ്പോൾ അതിനടിയിൽ ഒരേപോലെ വന്ന് തെറി വിളിക്കുകയാണ്. അതിന് മുഖം ഈ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി ഇല്ലാത്ത ഐഡികളാണ്. സ്വന്തം ഐഡന്റിറ്റി കാണിക്കാൻ പോലും പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം എന്തൊക്കെയോ കിടന്ന് കരയുന്നത് കാണുമ്പോൾ ഇതൊക്കെ കാണുന്നവർക്ക് പേടിയല്ല, മറിച്ച് പുച്ഛവും പരിഹാസവും ചിരിയുമാണ് വരുന്നത് എന്നുള്ള കാര്യമെങ്കിലും ഈ ബി ജെ പിക്ക് വേണ്ടി സൈബർ പണിയെടുക്കുന്നവർ ആലോചിക്കണം. അതായത് ഐഡന്റിറ്റി വെളിപ്പെടുത്തി പണിയെടുക്കുന്നവരല്ല, ഈ ഫേക്ക് ഐഡി വെച്ച് കളിക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കേരള ബി ജെ പി വലിയ പ്രതിസന്ധിയിലാണ്. ബി ജെ പി വളർത്തിക്കൊണ്ടുവന്ന സാജൻ ഷ്കാരിയയെ പോലുള്ള ആളുകൾ പോലും ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി പല വള്ളങ്ങളിൽ ഒരേ സമയം കാലിട്ട് വല്ലാത്ത കളി കളിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രചാരണ പ്രതീക്ഷകളും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഐക്യമെന്ന പ്രതീക്ഷയും തകർന്നടിയുന്നു. ഇത് ബി ജെ പിയെ പിന്നോട്ടടിപ്പിക്കും കേരളത്തിൽ എന്നു തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.